നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഈ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ കായിക ലോകത്തിന് ഫുട്ബോൾ ആസ്വാദകർക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയ ചോദ്യമാണ്. ഛേത്രി കളി മതിയാക്കി, ശരിയാണ്, മതിയാക്കിയത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇപ്പോൾ തിരിച്ച് വീണ്ടും ഇന്ത്യൻ ഫുട്ബോൾ വിളിച്ചിരിക്കുന്നു. അദ്ദേഹം മതിയാക്കി പോയിട്ട് 1 വർഷം പോലും തികച്ചായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വികാരം തന്നെയാണ്, ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ വികാരം തന്നെയാണ്. സാർ, ഒരു ഛേത്രിയേ ഉള്ളൂ ഇന്ത്യൻ ടീമിന് വേണ്ടി ഗോളടിക്കാൻ? ഒരു ഛേത്രി മാത്രമേ ഉള്ളൂ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെ അതിന് പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ ഫുട്ബോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിൻ്റാണത്. കാരണം നമ്മൾ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് ഗ്രാസ് റൂട്ട് പ്രോഗ്രാം തുടങ്ങിയിട്ട് വർഷങ്ങളായി. നമ്മൾ മണിപ്പൂരിലാണ് അത് ആദ്യം തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും അത് വലിയ രീതിയിൽ വന്നു. നമ്മൾ 2014 ISL വന്നു. അതിനു മുമ്പ് 2008 ഇന്ത്യൻ ലീഗ് വന്നു. അങ്ങനെ അത് നമ്മുടെ PP ലക്ഷ്മണനാണ് അത് കൊണ്ടുവന്നത്. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ഒരു പ്രൊഫഷണലിസ്റ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും നമുക്ക് 40 വയസ്സുള്ള ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ കറൻ്റിൽ ലോകത്ത് 3-ാം സ്ഥാനത്ത് രാജ്യത്തിന് വേണ്ടി ഗോളടിച്ചവരുടെ പട്ടികയിൽ കിടക്കുന്ന ആളാണ്. ഇപ്പോൾ ഏഷ്യയിൽ തന്നെ ഇപ്പോൾ 2-ാം സ്ഥാനത്ത് അലിദേയിയാണ് ഇറാൻ്റെ 1-ാം സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ, 108 ഗോളോട് കൂടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ ഗോളോടുകൂടി 95 ഗോള് അടിച്ചുകൊണ്ട് സുനിൽ ഛേത്രി ഏഷ്യയിൽ അങ്ങനെ 2-ാം സ്ഥാനത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിലെ ചരിത്രം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് വലിയ വമ്പന്മാരെ, അതായത് ഏഷ്യ കപ്പിൽ വരെ 1951 62 ഏഷ്യ കപ്പ് നേടിയ ഒരു രാജ്യമാണ്. ഒളിമ്പിക്സിൽ 4-ാം സ്ഥാനം 1950 ഒളിമ്പിക്സാണെന്ന് തോന്നുന്നു. നമ്മൾ 4-ാം സ്ഥാനം വരെ നേടിയ ഒരു രാജ്യമാണ്. ഒരു കാലത്ത് ഫുട്ബോളിൽ നമ്മളുടെ ഒരു കഴിവ് വളരെ പ്രഗൽഭ എടുത്തു പറയേണ്ട ഒരു ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും താഴേക്ക് പോയി. ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ വെറും കൽക്കട്ടയിലും ഒക്കെ ആയിട്ട് ഒതുങ്ങി നമ്മുടെ ഫുട്ബോൾ തീർന്നു. ഒരു ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ മുഖർജിയും അല്ല സാർ, പിന്നെ ഈ പറയുന്ന പോലെ കിഷാനുടെയും തരുണിന്റെയും വികാസ് പാഞ്ചിയും ഒക്കെയാണ് ഉള്ളത്. എന്റെ ചെറുപ്പകാലത്തുള്ള സാർ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ കൽക്കട്ടയിലേക്ക് ഒതുങ്ങിപ്പോയി. അതേപോലെ മറ്റ് കളിക്കാൻ അറിയുന്ന കളിക്കാരെ മുഴുവൻ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോയി. അതെ, അല്ല, പക്ഷെ അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് കളിക്കാൻ അറിയുന്ന കളി, ഇപ്പൊ നമ്മുടെ ഒരു കാര്യം എടുത്ത് പറയാം, കേരളത്തിൽ നിന്ന് സേവ്യർ പൈസ് കൽക്കത്തയിലാണ് കളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ അദ്ദേഹത്തിന്റെ പേരിങ്ങോട് വായിൽ വരുന്നില്ല. അതുപോലുള്ള നമ്മുടെ കുറെ പ്ലേയേഴ്സിന് കൽക്കട്ടയാണ് എല്ലാവർക്കും അന്ന് ഫുട്ബോളിന്റെ. അതെ, വിജയൻ അഞ്ചേരി, ജോപോൾ അഞ്ചേരി, അതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒതുങ്ങിപ്പോയ ഒരു സത്യം കളിച്ചിട്ടുണ്ട്. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതൊരു കൽക്കട്ടൻ ഒരു ആസ്ഥാനമായി അതിന്റെ നമ്മുടെ അസോസിയേഷന്റെ അന്നത്തെ ആ കാലഘട്ടത്തിലെ അസോസിയേഷന്റെ ലെവലിൽ ഒതുങ്ങിപ്പോയൊരു സാധനം പിന്നീട് നമ്മൾ മറ്റൊരു ലെവലിലേക്ക് മാറി. നമ്മളൊരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വന്നു. ലക്ഷ്മണൻ്റെ കാലം തുടങ്ങി ഒരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ശരിക്കും ISL വന്നു, പ്രൊഫഷണൽ ലിസ്റ്റിലേക്ക് കടന്നു. ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് വളരെ ഹൈ ലെവലിൽ വന്നു. അതും നമ്മുടെ നോർത്ത് ഈസ്റ്റ് സൈഡുകളിൽ നിന്ന് ആദ്യം തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് നോർത്ത് ഈസ്റ്റിൽ ധാരാളം പ്ലെയേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് ഒരു ഗോൾ അടിക്കുന്ന കളിക്കാരനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ അതൊരു നിരാശപ്പെടേണ്ട അവസ്ഥ തന്നെയാണ്. ശരിക്കും ഒരു 40 വയസ്സുകാരനെ ആശ്രയിക്കേണ്ടി വരുന്നു. അത് പറയുമ്പോൾ നമ്മൾ സാർ ആ പഴയകാല ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ നെഹ്റു ട്രോഫി ഫുട്ബോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ നെഹ്റു ട്രോഫി ഫുട്ബോളിലൊക്കെ നമ്മുടെ പാപ്പച്ചനും വിജയനും സത്യനും പിന്നെ നമ്മുടെ തോബിയാസും കേരള പോലീസിന്റെ നിരവധി കളിക്കാർ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ സാർ ഈ പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ആ പഴയയിൽ നിന്ന് ഇന്നും മാറിയിട്ടില്ല. കാരണം അന്നും നമ്മൾ കളിക്കും, പക്ഷെ നമുക്ക് ഗോൾ അടിക്കാൻ അറിയില്ല. നമ്മൾ ഇപ്പോൾ തോമസ് സെബാസ്റ്റ്യൻ ഒരിക്കൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ തോമസ് സെബാസ്റ്റ്യൻ എന്ന കളിക്കാരനെ അടിച്ചത് ഗോളാണ് എന്ന് ആരാധകർ പറയുന്നു, കളിക്കാർ പറയുന്നു. അത് ഗോൾ വലയിൽ വെച്ച് തട്ടി കളഞ്ഞെന്ന് പറയുന്നു ഗോളി, അല്ലെ സാറിന് ഓർമ്മയുണ്ട്? അപ്പോൾ നമുക്ക് ഇത്രേ പറയുള്ളൂ, ഗോൾ അടിക്കാൻ ഇന്നും ഇന്ത്യക്ക് അറിയാതെ വരുന്നോ? അതാണ് നമ്മുടെ ചോദ്യം. അല്ല, ഇതിൽ പണ്ടും അതെ ഇപ്പോഴും ഇപ്പൊ ഒരു ഗോൾ അടിക്കണമെങ്കിൽ ഇപ്പൊ താങ്കള് പാപ്പച്ചന്റെ വിജയന്റെയും കാര്യം പറഞ്ഞു, അതൊരു കോമ്പിനേഷൻ ആണ്. തീർച്ചയായിട്ടും മിഡ്ഫീൽഡിൽ നിന്ന് പാപ്പച്ചൻ വിജയനെ കണ്ടിട്ടുണ്ട്, വിജയനെ എത്തിച്ചു, വിജയനെ അത് കൺവേർട്ട് ചെയ്തു. അത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ടീമായിട്ട് ഇന്ത്യ മാറണമെന്നില്ല. അതവിടെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഒരു സ്ട്രൈക്കർ ഗോൾ അടിക്കണമെങ്കിൽ അവന് പന്ത് അവിടെ എത്തിക്കണം. സ്ട്രൈക്കർ താഴെ തട്ടിന്ന് പോയിട്ട് ഗോൾ അടിക്കുന്നത് വളരെ അപൂർവം ചില കളിക്കാർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്.
താഴെ തട്ടി ഇത് എടുത്തുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്കോർ ചെയ്യുന്നത്, അങ്ങനെ വളരെ അപൂർവം കളിക്കാർ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ സ്ട്രൈക്കറിലേക്ക് ബോൾ എത്തിക്കാനും അത് കൺവേർട്ട് ചെയ്യാനുള്ള ക്വാളിറ്റി സുനിൽ ഛേത്രിയെ പോലെ ഒരാൾ കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്യും. അദ്ദേഹം പൊക്കം കുറവാണെങ്കിൽ പോലും തലകൊണ്ട് ഗോൾ അടിച്ചത് എത്ര ഗോൾ. അതിൽ വേറൊരു കാര്യം കൂടെ സാറ് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒരു വൈബുണ്ട് സുനിൽ ഛേത്രിക്ക്. അതാണ് ഞാൻ പറയുന്നത്. സുനിൽ ഛേത്രി പോലെ ഈ ടീമിൽ അത് ഞാൻ പണ്ടൊരു നമ്മളൊരു കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടും കൂടിയാണ് കളിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മനസ്സുകൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് ധൈര്യം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ശക്തി ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മളൊരു മെഗാസ്റ്റാറിന്റെ കൂടെയാണ് ഞാൻ ഇന്ന് ഇറങ്ങുന്നതെന്നുള്ള ആവേശം കൂടി കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു പ്ലേ അതായിരിക്കാം ഇപ്പൊ മനുവലോ മാർക്കസ് എന്ന പുതിയ നമ്മുടെ ഇന്ത്യയുടെ കോച്ച് ഈ ഇദ്ദേഹത്തിനെ ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇതേപോലൊരു ക്യാപ്റ്റനെ വേണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും. കാരണം ലോക നിലവാരത്തിലും ഏഷ്യൻ നിലവാരത്തിലും വേണ്ട ഈ വർഷം ഇന്ത്യയുടെ ISL നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. ഇപ്പം നമ്മളിത് എടുത്തു നോക്കുകയാണ്, വേറൊരു സ്ട്രൈക്കറെ ആ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഗോൾ അടിച്ച ഒരു സ്ട്രൈക്കറെ തപ്പുമ്പോൾ ISL ഇല്ല. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും നമുക്ക് കളിക്കാരുണ്ട്, ഇന്ത്യൻ പ്ലെയർ ഇല്ല. കുറെ നല്ല കുറെ ഫോർവേഡ്സിന്റെ പേരൊക്കെ പറയാം. ചെറുപ്പക്കാരായ പാർത്തി ഗൊഗോയുടെ പേര് വേണം നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് ലിസ്റ്റൻ കൊളാസു, വിഷ്ണു, അതുപോലെ ജിതിൻ, അങ്ങനെ നമ്മുടെ ഒന്നും വേണ്ട, നമ്മുടെ ഹൈദരാബാദിന്റെ ഹനാൻ വരെ എന്ത് ഫാസ്റ്റ് പ്ലെയർ ആണ്. ഹൈദരാബാദിന്റെ അല്ല, ഹനാൻ മറ്റേ ജംഷഡ്പൂരിന്റെ. അപ്പോ അതുപോലെയുള്ള ഞാൻ പറയില്ലേ ഫാസ്റ്റ് ആയിട്ട് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് പെനാൽറ്റി ഏരിയയിലേക്ക് ഇറങ്ങിച്ചെന്ന് കളിക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഛേത്രിയെ പോലെ ഒരു പ്ലെയർ എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇപ്പോൾ ഒരു ബെക്കാമിൻ്റെ ഫ്രീ കിക്ക് 10 അടിച്ചാലും ആ 8 ഗോളാവും, അല്ലെങ്കിൽ 8 ഒരുപോലെ പോകും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് അത് പ്രാക്ടീസ് എക്സ്പീരിയൻസ് ആണ്. അതേപോലെ ഇദ്ദേഹത്തിന് അത് കിട്ടിയ ഗോൾ അടിക്കും. പക്ഷെ ഇന്നലത്തെ ഗോൾ കണ്ടോ, കറക്റ്റായിട്ട് കാലിൽ കിട്ടി ഗോൾ അടിച്ചു, അതുപോലെ തലയ്ക്ക് വന്ന് ഗോൾ അടിക്കും. അപ്പോൾ അതേപോലെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരാൾ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ടീമിനോടൊപ്പം ഉണ്ടായാൽ നമുക്കതൊരു ഗോൾ അടിക്കാനും ഗോൾ അടുപ്പിക്കാനും ചെയ്തിരിക്കും. പക്ഷേ ഇനി അടുത്തൊരു പോയിന്റ് പറയാം. നമ്മൾ ഇന്നലെ മാൽഡീവ്സിനോട് കളിച്ചിരിക്കുന്നത്. നമ്മുടെ റാങ്കിങ്ങിന് താഴെ കിടക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളിപ്പോൾ 128 അവർ 162 കിടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ നമ്മൾ ഒരു പ്ലെയർ ഗോൾ അടിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും എടുത്തു പറയാൻ പറ്റില്ല. നമുക്ക് പറയാം ഈ ടീമിനെ അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ ഇതൊരു ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ച്, തീർച്ചയായിട്ടും മോട്ടിവേഷനാണ്. അപ്പോൾ ഒരു മോട്ടിവേഷൻ കൊടുക്കാവുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു, പുതിയൊരു കോച്ച് വന്നു, പുതിയ രീതിയിൽ ടീം ഇന്നലെ ജയിച്ചിരിക്കുന്നു, 3 ഗോളിന് ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ്, വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിൽ നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്നൊരു ചോദ്യം ബാലൻസ് കിടക്കുകയാണ്. നമുക്ക് ഇത്രയും പ്ലെയേഴ്സ് ISL ഇത്ര ടോപ്പ് ക്ലാസ്സിൽ കളിക്കുന്ന ഒന്നും വേണ്ട. നമ്മുടെ വിപിൻ മോഹൻ, ഐമൻ പോലുള്ള ചെറുപ്പക്കാരായ പ്ലെയേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഇഗോർ ഷീമാക്സിന്റെ കാലത്ത് Under-21 കുറെ പ്ലെയേഴ്സിനെ കഴിഞ്ഞ ക്യാമ്പിലൊക്കെ എടുത്തിരുന്നു. ആ ക്യാമ്പിൽ നിന്ന് പോലും നമുക്ക് പുതിയ പ്ലെയേഴ്സിനെ ഇതിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് വലിയ തകർച്ചയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇപ്പോഴും നമുക്കൊരു കോച്ചിനെ കണ്ടെത്തിയത് പോലും ISLന്റെ കോച്ചിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ത്യൻ കോച്ചിനെ നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും നമ്മുടെ പരാജയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഫുട്ബോളിന്റെ ലെവലിൽ നമ്മളെല്ലാം വിജയിച്ചു എന്ന് നമുക്ക് വീമ്പ് പറയാറായിട്ടില്ല. ആ ലെവലിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ തട്ടിയെന്ന് ഇതുപോലെ കണ്ടെത്താൻ ഇത്രയും വർഷം കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും കുറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് സാറ് നമുക്ക് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്രയും ഒരു ISL സീസണുകൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഈ ഒരു ഫുട്ബോൾ അതായത് ഇന്ത്യയിൽ ISL എന്ന് പറയുന്ന 11 വർഷമായിരിക്കുമ്പോഴും ഇന്ത്യൻ ഫുട്ബോളിന് ഗോളടിക്കാൻ ആകെ ഒരു ഛേത്രിയെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ. അത് നമ്മുടെ ഈ പറയുന്ന അവരുടെ അധികൃതരോട് അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആരാധകർക്കാണ് ഇത് ചോദിക്കാനുള്ളത്. ഛേത്രിയോടുള്ള സർവ്വ സ്നേഹവും നിർത്തിക്കൊണ്ട് ആരാധകർക്ക് ആ ക്വാളിറ്റിയുള്ള പ്ലെയർ നമുക്ക് വേണം, അങ്ങനെ വേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നത്. ഒരൊറ്റ പോയിന്റ് ഇതിലുണ്ട്. സാർ പറഞ്ഞതിൽ ഒരു കറക്റ്റ് പോയിന്റ് ഉണ്ട്.
ഛേത്രി എന്ന് പറയുന്നത് വെറും ഒരു ഗോളടിക്കാരൻ മാത്രമല്ല, ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ, അതായത് കളിക്കാർ മൊത്തത്തിൽ ഒരു മാനസിക ഐക്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഛേത്രി ഈസ് എ മോട്ടിവേറ്റർ അല്ലേ? അതാണ് നമുക്ക് ടീമിന്റെ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ നമുക്ക് എല്ലാവരെയും കോർത്ത് കൊണ്ടുപോകാവുന്ന ഒരു സീനിയർ ആയിട്ടുള്ള പ്ലെയർ. ഡിഫൻസിൽ സന്ദേശ് ജിങ്കൻ മുതല് നിഖിൽ പൂജാരി, നമ്മുടെ സഹല് വരെ ആരെയാണ് നമ്മുടെ ഈ പറയുന്ന ഛേത്രിയെ അത്ര കണ്ട് മനസ്സോടെ അവർ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ക്യാപ്റ്റൻ തന്നെയാണ്. ആ ക്യാപ്റ്റൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് വേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഇനി വേണ്ടത് അങ്ങനെ ഒരു ക്യാപ്റ്റൻസിയും അത്തരത്തിലുള്ള ആ ലെവലിലേക്കുള്ള പ്ലെയേഴ്സിന് വളർത്തി കിട്ടലാണ് നമ്മുടെ ആവശ്യം. അപ്പം നമ്മൾ ഈ കളി വരുമ്പോൾ മാത്രം കുറച്ച് പ്ലെയേഴ്സിനെ വിളിച്ചു കൂട്ടി ഒരു ക്യാമ്പ് നടത്തുന്നതിന് പകരം സാർ, ഇതിനകത്ത് എൻ്റെ ഒരു ചോദ്യം കൂടെ, ഇപ്പോൾ പല ക്ലബ്ബുകളിലാണ് ഇവർ കളിക്കുന്നത്. പല ക്ലബ്ബുകൾ കളിക്കുന്ന ഇവരെ തുച്ഛമായ ഒരു ദിവസത്തിൽ കൊണ്ടുവന്ന് ഇവർ ഈ പറയുന്ന ഒരു ക്യാമ്പിൽ കൊണ്ടുവന്ന് പിന്നെ പരിശീലിപ്പിച്ച്, സാർ പറയുന്ന പോലെ മനസ്സുകൾ തമ്മിൽ ഐക്യമുണ്ടെങ്കിൽ, ഇപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പന്ത് കൊടുക്കുമ്പോൾ ഞാൻ പന്ത് തട്ടിയാൽ അത് അയാൾക്ക് കിട്ടിയിരിക്കണം, അത് അവന്റെ മനസ്സ് ഇയാൾ മനസ്സിലാക്കണം. അപ്പൊ അതിലെ കളി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പാപ്പച്ചനും വിജയനും തമ്മിലുള്ള കോമ്പിനേഷൻ. അതുപോലെ അന്നത്തെ പോലീസ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കെട്ടുറപ്പിന്റെ ടീമായിരുന്നു. അത് വേണമെന്ന് നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പാണത്. പ്ലെയർ പന്തെടുക്കുമ്പോഴേക്ക് ഞാൻ അവിടെ ഉണ്ടാവും, അവൻ അവിടെ ഉണ്ടാവും എന്ന് അറിയാൻ പറ്റുന്ന ലെവലിലാണ്. മനസ്സുകൊണ്ട് മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ എടുക്കുമ്പോൾ നീ അവിടെ ഉണ്ടാകും അല്ല സാർ? ആ ഒരു ഇത് തീർച്ചയായിട്ടും ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 3 മാസമെങ്കിലും ക്യാമ്പ് വേണ്ടേ സാർ? 3 മാസം അല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് പോലെ ഇവർക്ക് ഓരോ ബ്രേക്കിലും ഇവരുടെ ഓരോ ബ്രേക്കിലും ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇന്ത്യൻ നമ്മുടെ കാലാവസ്ഥ അറിയാവുന്ന, ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി അറിയാവുന്ന കുറച്ച് പേരെങ്കിലും അവിടെ ഇതിൽ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെന്ന് നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും ഡെവലപ്മെന്റിൽ ഒന്നും ആയില്ല എന്ന് ഇതൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഇവിടെ വരുന്നത്. നമുക്ക് കണ്ടെത്താൻ കഴിയണം. നമുക്ക് ആ ലെവലിലുള്ള എന്തായാലും നമുക്ക് പ്രതീക്ഷ നമ്മൾ കൈവിടുന്നില്ല. ഫുട്ബോളിന്റെ തലപ്പത്തിരിക്കുന്നവർ തീർച്ചയായും നമുക്ക് ആരാധകർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത്തരത്തിലൊരു മോട്ടിവേറ്ററായിട്ട് ഛേത്രിക്ക് പിന്നിൽ ഒരാൾ ഉണ്ടാകും എന്ന് തന്നെ ആരാധകർ കരുതുന്നു. ഇന്ത്യൻ ഫുട്ബോളിനൊരു വസന്തകാലം അത് ആരംഭിച്ചെന്നോ അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നോ എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം. ഛേത്രിയുടെ തിരിച്ചുവരവിലൂടെ ടീമിന് നല്ലത് വരും. എന്നാലും ഛേത്രിക്ക് പിൻഗാമിയായി ഒരാളെ കണ്ടെത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ ഏഷ്യൻ ഫുട്ബോൾ അടക്കി വാണ ഒരു രാജ്യം ഇന്ന് ഏഷ്യൻ ലെവലിൽ തന്നെ വളരെ മോശം അവസ്ഥയിൽ ഒരു പ്ലെയറെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വരുന്നു എന്ന് പറയുന്നത് നമുക്ക് നിരാശപ്പെടുന്നുണ്ട്. അത് ഒരു കാലത്തെ പൊളിറ്റിക്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയും ആ ലെവലിലേക്ക് ഈ ലെവലിൽ ചിന്തിക്കാതെ നമ്മൾ കുറച്ചും കൂടി ഉയർന്ന ലെവലിൽ ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ഈ സംസാരത്തിലെ ഈ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യം ആണ് എന്ന് നാം കരുതുന്നു. അത് അധികൃതർ ഇത് കാണേണ്ടവർ കാണട്ടെ എന്ന് തന്നെ നമുക്ക് ധരിക്കാം അല്ലേ സാർ? താങ്ക് യു.